ബന്ധം മെച്ചപ്പെടുത്താനും അതിർത്തി മേഖലയിലെ വിഷയങ്ങളിൽ തുടർ ചർച്ചകൾക്കും ഇന്ത്യ ചൈന ധാരണ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമെന്നും ചർച്ചകളിലൂടെ പുതിയ ഊർജ്ജം കൈവരിച്ചെന്നും നേതാക്കൾ പ്രതികരിച്ചു. ഇന്ത്യ ചൈന ബന്ധത്തിലുണ്ടായിരിക്കുന്ന തിരിച്ചടികൾ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ താൽപ്പര്യമായിരുന്നില്ലെന്ന് വാങ് യി പറഞ്ഞു. വി ആർ കാർത്തിക് ചേരും. കാർത്തിക്, ശുഭസൂചകമാണ് കാര്യങ്ങൾ തൽക്കാലം എന്ന് കരുതണമല്ലേ? തീർച്ചയായിട്ടും വരുന്ന പ്രതികരണങ്ങളിൽ നിന്നും അങ്ങനെ വായിച്ചെടുക്കണം. 2020 ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷങ്ങൾക്ക് ശേഷം ഏറെ നാളായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട്. ആ പിരിമുറുക്കത്തിന് ഈ ചർച്ചകളിലൂടെ ഒരു അയവ് വന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വാങ് യി ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും ആണ് കൂടിക്കാഴ്ച നടത്തിയത്. 2003 മുതൽ തുടങ്ങിയ ഒരു സംവിധാനമാണ്. അതായത് ഇന്ത്യയും ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ടോക്സ് എന്ന രീതിയിൽ അതിൻ്റെ 24ാമത്തെ യോഗമാണ് ഇന്ന് നടന്നത്. അതിലാണ് ഇരുവരും നിർണായക ചർച്ചകൾ നടത്തിയത്. പ്രത്യേകിച്ചും അതിർത്തിയിലെ സേനാ പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങളിലാണ് ചർച്ച നടന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗാൽവാൻ അതിർത്തിയിലുണ്ടായ സംഘർഷങ്ങൾക്ക് പിന്നാലെ കിഴക്കൻ ലഡാക്കിലെ പല മേഖലകളിലും നിന്നും സൈന്യത്തെ പിൻവലിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ചില തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ഇപ്പോഴും സൈനിക വിന്യാസം ഇന്ത്യയും ചൈനയും ഒരുപോലെ വിന്യസിച്ചിട്ടുണ്ട്. സൈനികരെ ഏതാണ്ട് 50,000 മുതൽ 60,000-ഓളം സൈനികരെ ആ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സൈനികരെ പിൻവലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയായത്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പ്രതികരണങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് ശുഭസൂചകമായ കാര്യങ്ങളാണ്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ നിലവിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളൊന്നുമില്ല. ഇരു രാജ്യങ്ങളുടെയും അന്തരീക്ഷം ശാന്തമാണ്. അതോടൊപ്പം തന്നെ ഡി-എസ്കലേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ തുടർ ചർച്ചകൾ സജീവമായി നടക്കും എന്ന് അജിത് ഡോവൽ പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മാസം അവസാനം ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നും ചൈനയിൽ നടക്കുന്ന ഒരു ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും എന്നുകൂടി അജിത് ഡോവൽ സ്ഥിരീകരിക്കുന്നു. അതായത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു ചൈനീസ് സന്ദർശനത്തിന് മോദി തയ്യാറെടുക്കുന്നു. ആ ഉച്ചകോടിയിൽ ഇത് സംബന്ധിച്ച ഒരു പക്ഷേ തുടർ ചർച്ചകളടക്കം നടന്നേക്കാം. അങ്ങനെ വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് നടന്നത്. മറ്റൊന്ന്, ഇന്നലെ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. വിവിധ മേഖലകളിൽ ചൈനയുമായുള്ള സഹകരണം, അതായത് ഇന്ത്യക്ക് ഫെർട്ടിലൈസേഴ്സ്, വളം, ധാതുക്കൾ, അതോടൊപ്പം തന്നെ മിഷൻ ടൂൾസ് അടക്കമുള്ളവ കൂടുതലായി സപ്ലൈ ചെയ്യണമെന്നൊരാവശ്യം നേരത്തെ ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂലമായൊരു സമീപനമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തായ്വാൻ അടക്കമുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം അന്തർദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടിയ വാർത്തയായിരുന്നു. വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ചൈനീസ് ഭാഷയിൽ അവിടെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന തരത്തിൽ ഇന്ത്യ ഒരു പരാമർശം നടത്തി എന്ന വാർത്തകളുണ്ടായിരുന്നു. ആ വാർത്തകൾക്ക് കൂടി ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് തായ്വാന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ മുൻ നിലപാടിൽ മാറ്റമില്ല എന്നാണ് ഇന്ത്യ വിശദീകരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ചർച്ചകളുടെ പ്രത്യേകതകൾ എന്നുള്ളതാണ്. വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാന